യെസ്, ഇഡി റെയ്ഡ് തുടരുമ്പോൾ പിണറായിയുടെ വീടിന് മുന്നിൽ പ്രവർത്തകർ കൂട്ടമായി എത്തിയിരിക്കുന്നു. അവരും പോലീസും തമ്മിൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതാണ് കാണുന്നത്. പോലീസിനെതിരെ പ്രവർത്തകർ സംഘടിച്ച് മുദ്രാവാക്യം വിളിക്കുകയും അതൊരു സംഘർഷത്തിലേക്ക് വഴിമാറുകയും പ്രവർത്തകർ വീട്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തുകയുമാണ് ചെയ്യുന്നത്. നൽകും. സൈഫ, സംഘടിച്ചെത്തി മുദ്രാവാക്യം വിളിച്ച് സംഘടിച്ചെത്തിയ പ്രവർത്തകർ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നതും അതിനെ പിന്നീട് തടയുന്നതും അവിടെ ചില സംഘർഷങ്ങളിലേക്കൊക്കെ വഴിമാറുന്നതും കൂടി കാണുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ രംഗം ശാന്തമായോ? വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. CPM പ്രവർത്തകർ ഇത്രയും നേരം ആ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധം നേതാക്കന്മാരടക്കം എത്തി വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതാണ് നമുക്ക് ഉച്ചവരെ കാണാൻ കഴിഞ്ഞത്. എന്നാൽ അല്പസമയം മുമ്പ് കുറച്ച് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുവന്ന് വീടിന് മുന്നിലേക്ക് എത്തി ഗേറ്റ് കടന്നകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെ കേന്ദ്രസേന അടക്കം നിൽക്കുകയായിരുന്നു. അവർക്ക് നേരെയാണ് ഈ പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ മുതിർന്ന നേതാക്കൾ എത്തി അവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായ അനുനയത്തിന്റെ പാതയിലേക്ക് ആ സംഘർഷം എത്തിച്ചേർന്നിട്ടില്ല. കൂട്ടത്തോടെയുള്ള പ്രവർത്തകർ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിണറായി വിജയൻ വീടിന് മുന്നിലേക്ക് രാവിലെ മുതൽ വരുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് അല്പസമയം മുമ്പ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തകർ വീടിന് മുന്നിലേക്ക് വീടിന്റെ ഗേറ്റ് കടന്നകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയത്. പോലീസ് അവിടെയുണ്ട്. ഇതിനിടയിൽ കുറച്ച് പോലീസുകാർ ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അവിടെയും പ്രവർത്തകർ പോലീസിന് മുന്നിലെത്തി പോലീസിനെ കടത്തിവിടാതെയുള്ള പ്രതിഷേധം നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഇതുവരെ മുദ്രാവാക്യം വിളിച്ച് കേന്ദ്രസേനയ്ക്കെതിരെയും VD സതീശനെതിരെയും മോദിക്കെതിരെയും ഒക്കെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകർ ഇപ്പോൾ ഒരു സമാധാനത്തിന്റെ പാത വിട്ട് കുറച്ച് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ വീട്ടിൽ 7 മണിക്കൂറായി റെയ്ഡ് നടക്കുന്നു എന്നുള്ള പ്രതിഷേധമായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ എത്തി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. 7 മണിക്കൂർ പിന്നിടുകയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ റെയ്ഡാണ്. 7 മണിക്കൂർ പിന്നിടുന്നു. 7 മണിക്കൂർ പിന്നിട്ടിട്ടും അത് റെയ്ഡ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. അങ്ങനെയാണ് പ്രവർത്തകർ ഒരു സംഘർഷത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. V ശിവൻകുട്ടിയുണ്ട്, V ജോയി അടക്കമുള്ള നേതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. അവർ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ശോഭന ജോർജ് ഈ പ്രതിഷേധത്തിനിടെ സംഘർഷത്തിനിടെ കുഴഞ്ഞു വീണ് അവരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തകർ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുകയാണ്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. കേരളം ഉടനീളം പിണറായി വിജയന് മുന്നിൽ നിന്ന് പ്രതിരോധം, പാർട്ടി പ്രവർത്തകർ മുന്നിൽ നിന്ന് പ്രതിരോധം തീർക്കുന്നു. അത് സംഘർഷ